നമസ്കാരം. സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ പൊതുജനങ്ങളും APL, BPL, AY റേഷൻ കാർഡ് ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ജൂലൈ മാസത്തിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ജൂലൈ മാസത്തിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിരവധി മാറ്റങ്ങളും അതുപോലെ തന്നെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങളുമാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ മാസങ്ങളിൽ നിർത്തിവെച്ചിരുന്ന ഗോതമ്പ് വിതരണം പുനരാരംഭിച്ചതും മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ അടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാവരും തന്നെ ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതിൽ പ്രധാനമായി വിതരണ തീയതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് ആരംഭിക്കുന്നതാണ്. അതായത് ജൂലൈ മാസം 1-ാം തീയതി സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് ഔദ്യോഗികമായിട്ട് അവധിയായിരുന്നു. തുടർന്ന് ഇന്ന് ജൂലൈ 2-ാം തീയതി വ്യാഴാഴ്ച മുതലാണ് ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനായിട്ട് സാധിക്കുക. അതുപോലെ ഇനി വരും മാസങ്ങളിലേക്കുള്ള മണ്ണെണ്ണ വിതരണത്തിലും റേഷൻ വിഹിതത്തിലുമൊക്കെ തന്നെ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന പ്രത്യേകതകളുണ്ട്. അതായത് ഈ ജൂലൈ മാസം അതുപോലെ തന്നെ വരാൻ പോകുന്ന ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ 3 മാസങ്ങളിലേക്കുള്ള മണ്ണെണ്ണ വിഹിതമാണ് പൊതുവിതരണ വകുപ്പ് ഒന്നിച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് പ്രകാരം വീടുകളിൽ വൈദ്യുതി കണക്ഷനുള്ള AY അഥവാ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും വീതം ലഭിക്കുമ്പോൾ വീടുകളിൽ ഇനിയും വൈദ്യുതി കണക്ഷൻ എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണ വീതം ലഭിക്കുന്നതായിരിക്കും. ഇതിൽ ആദ്യത്തെ വിഭാഗമായിട്ടുള്ള അന്ത്യോദയ അന്ന യോജന AY വിഭാഗത്തിലുള്ള മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ ജൂലൈ മാസത്തിൽ പൂർണ്ണമായും സൗജന്യമായിട്ട് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും ലഭ്യമാകുന്നതാണ്. ഇതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗത്തിന് നൽകുന്ന ആട്ട വിതരണത്തിൻ്റെ ഭാഗമായിട്ട് 3 പാക്കറ്റ് ആട്ട അത് വെറും 7 രൂപ നിരക്കിൽ ഇവർക്ക് കൈപ്പറ്റാവുന്നതാണ്. എന്നാൽ മഞ്ഞ കാർഡുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് മുൻപ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന 1 കിലോ പഞ്ചസാര അത് ഈ ജൂലൈ മാസത്തിലും റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നതല്ല എന്ന ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന PHH പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ, അത് പ്രധാനമായിട്ടും ഈ മാസത്തെ വിഹിതത്തെക്കുറിച്ച് വിശദമായി പറയുകയാണെങ്കിൽ പിങ്ക് കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ വീതം അരിയും അതോടൊപ്പം തന്നെ 1 കിലോ ഗോതമ്പ് വീതവും പൂർണ്ണമായിട്ട് സൗജന്യ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതായത് യാതൊരുവിധ പണവും നൽകാതെ തന്നെ നിങ്ങൾക്ക് ഈ മാസവും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. എന്നാൽ കേന്ദ്ര പൂളിൽ നിന്നുള്ള ഗോതമ്പ് വിതരണത്തിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ പിങ്ക് കാർഡിന് ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറവ് ചെയ്തുകൊണ്ടുള്ള ക്രമീകരണമാണ് ഇത്തവണ നിലവിലുള്ളത്. ഇങ്ങനെ കുറവ് ചെയ്യുന്ന 4 കിലോ ഗോതമ്പിന് പകരമായിട്ട് ഗുണഭോക്താക്കൾക്ക് പാക്കറ്റ് ആട്ട നൽകാനാണ് തീരുമാനം. ഇതനുസരിച്ച് പിങ്ക് കാർഡ് ഉടമകൾക്ക് കാർഡിന് 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ റേഷൻ കടകളിൽ നിന്നും വാങ്ങാനായിട്ട് സാധിക്കുന്നു. നിങ്ങളുടെ കാർഡിലെ അംഗങ്ങളുടെയൊക്കെ തന്നെ എണ്ണം അനുസരിച്ച് അരിയുടെയും ഗോതമ്പിൻ്റെയും കൃത്യമായ വിഹിതം ഉറപ്പുവരുത്താനായിട്ട് റേഷൻ കടകളിൽ എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി തുടർന്ന് വരുന്നത് പൊതുവിഭാഗം സബ്സിഡി കാർഡുകളായിട്ടുള്ള NPS അഥവാ നീല റേഷൻ കാർഡുകളുടെ ഈ മാസത്തെ വിഹിതമാണ്. നീല കാർഡ് ഉടമകളെ സംബന്ധിച്ച് അവർക്ക് ഈ ജൂലൈ മാസത്തിൽ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് വെറും 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതായി. ഇതിന് പുറമെയാണ് നീല കാർഡുകാർക്ക് വമ്പൻ ആനുകൂല്യമായിട്ട് സ്പെഷ്യൽ വിഹിത പ്രകാരമായിട്ട് 3 കിലോ ഗോതമ്പ് അത് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ സർക്കാർ പുതുതായിട്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ ഗോതമ്പ് വിഹിതത്തിന് പുറമെയായിട്ട് അതാത് താലൂക്കുകളിലെ റേഷൻ കടകളുടെയൊക്കെ തന്നെ സ്റ്റോക്ക് ലഭ്യത അനുസരിച്ച് കാർഡിന് പരമാവധി 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും വാങ്ങാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ നീല വെള്ള കാർഡുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട്. നിങ്ങളിൽ അർഹതയുള്ള കുടുംബങ്ങൾക്ക് പിങ്ക് കാർഡുകളിലേക്ക് മാറുന്നതിനായിട്ട് ഇപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. അർഹരായ ഉപഭോക്താക്കൾക്ക് അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഈ വരുന്ന ജൂലൈ മാസം 17-ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും യോഗ്യതകളും വ്യക്തമാക്കുന്ന വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. ഇനി അതുപോലെ പൊതുവിഭാഗത്തിൽ ഉൾപ്പെടുന്ന NPNS അഥവാ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ജൂലൈ മാസത്തിൽ ലഭിക്കുന്ന വിഹിതം എന്തെല്ലാമെന്ന് നോക്കാം. വെള്ള കാർഡുകളാണെങ്കിൽ അവർക്ക് കാർഡിനെ പൊതുവായിട്ട് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ഈ മാസം വിതരണം ചെയ്യുന്നതാണ്. ഇതോടൊപ്പം തന്നെ താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് പരമാവധി 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ഇവർക്ക് സ്വന്തമാക്കാം. എന്നാൽ നീല കാർഡുകൾക്ക് പ്രത്യേക സ്പെഷ്യൽ വിഹിതമായിട്ട് 3 കിലോ ഗോതമ്പ് സർക്കാർ അനുവദിച്ചപ്പോൾ വെള്ള കാർഡുകൾക്ക് അത്തരത്തിൽ യാതൊരുവിധ ഗോതമ്പ് വിഹിതവും അനുവദിച്ചിട്ടില്ല എന്നത് ഈ വിഭാഗത്തിന് വലിയൊരു തിരിച്ചടിയായി തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ പൊതുവിഭാഗം സ്ഥാപനങ്ങളായിട്ടുള്ള NPI ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്ക് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതായത് താലൂക്കുകളിലെ സ്റ്റോക്ക് അനുസരിച്ച് പരമാവധി 1 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിലും ജൂലൈ മാസത്തിൽ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. അവസാനമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഏറ്റവും കാരുണ്യപൂർവ്വമായിട്ടുള്ള ഒരു വലിയ ആനുകൂല്യം സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലായി നിലനിൽക്കുന്ന ട്രോളിംഗ് നിരോധനം കണക്കിലെടുത്തുകൊണ്ട് ഈ കാലയളവിൽ പൂർണ്ണമായിട്ടും തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യമേഖലയിലെ ജനങ്ങളെ സഹായിക്കുന്നതിനായിട്ട് 52 ദിവസത്തെ സൗജന്യ റേഷൻ വിതരണം ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ അടിയന്തര ഭരണാനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്.
ട്രോളിംഗ് നിരോധന കാലത്ത് ജോലിയില്ലാതാകുന്ന യന്ത്രവൽകൃത മത്സ്യബോട്ടുകളിലേക്ക് തന്നെ തൊഴിലാളികൾ, അതുപോലെ തന്നെ മറ്റ് അനുബന്ധ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾ, ഇവരെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്കെല്ലാം തന്നെ ഈ സൗജന്യ റേഷൻ വിതരണത്തിൻ്റെ നേരിട്ടുള്ള ആനുകൂല്യം ലഭ്യമാകുന്നതാണ്. ഇതുകൂടാതെ മറ്റൊരു ആശ്വാസ വാർത്ത എന്തെന്നാൽ സംസ്ഥാനത്തെ എല്ലാ വിഭാഗത്തിലും ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ സ്റ്റോറുകളിലൂടെയും സൂപ്പർ മാർക്കറ്റുകളിലൂടെയും ഒക്കെ തന്നെ അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, മുളക്, പയർ ഉൾപ്പെടെയുള്ള 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ, പലവ്യഞ്ജന സാധനങ്ങൾ വലിയ സബ്സിഡി നിരക്കിൽ വാങ്ങാനായിട്ട് സാധിക്കും. പൊതുവിപണിയിലെ വിലയേക്കാൾ 40% വരെ വിലക്കുറവിൽ ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യങ്ങൾ സപ്ലൈകോ വഴി ലഭ്യമാകുമെന്ന കാര്യം കൂടി ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ പരമാവധി ആളുകളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും ഫോളോ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.